ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അന്നദാന മണ്ഡപത്തിലെ ഭക്ഷണ വിതരണം ആശ്വാസമാവുന്നു. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന്റെ പ്രവർത്തനങ്ങൾ രാവിലെ 6 മണി മുതൽ ആരംഭിക്കുന്നു. 11 വരെ പ്രഭാത ഭക്ഷണം ലഭിക്കും. ഉച്ചയ്ക്ക് 12 മുതൽ 3:30 വരെയാണ് ഉച്ചഭക്ഷണം. പുലാവും കറികളുമാണ് ഉച്ചഭക്ഷണമായി നൽകുന്നത്. രാത്രി 6:30 മുതൽ ഭക്തരുടെ തിരക്ക് അവസാനിക്കുന്നതുവരെ അത്താഴവും ഇവിടെ നിന്നും ലഭിക്കും. ഒരേ സമയം 1000 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഊട്ടുപുരയിൽ ഒരുക്കിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ അന്നദാനം നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും യഥേഷ്ട ഭക്തജനങ്ങൾക്ക് തടസ്സമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഉപ്പുമാവ്, കടലക്കറി, ഉച്ചയ്ക്ക് പുലാവ്, അതിൻ്റെ കറി, വൈകുന്നേരം കഞ്ഞിക്കറി, ഇതെല്ലാം കൊടുത്ത് ഏകദേശം ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ നട അടച്ച് ഏകദേശം 2-2:30 മണി വരെ നമുക്ക് ഇവിടെ കൊടുക്കാറുണ്ട്. ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും നമ്മളിവിടെ അന്നം കൊടുക്കാറുണ്ട്. യാതൊരു വിധമായ ബുദ്ധിമുട്ടുമില്ലാതെ യഥേഷ്ടം ഭക്ഷണം കൊടുക്കുന്നുണ്ട് നമ്മൾ. അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തജന തിരക്ക് കൂടുന്നതനുസരിച്ച് 2500 പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ക്രമീകരിക്കാൻ കഴിയും. ഭക്ഷണ അവശിഷ്ടങ്ങൾ അതാത് സമയത്ത് തന്നെ പവിത്രം ശബരിമലയുടെ വോളണ്ടിയർമാർ ഇൻസിനേറ്ററിൽ എത്തിക്കുന്നുണ്ട്. 50 സ്ഥിരം സ്റ്റാഫുകളും 200 ദിവസവേതനക്കാരും ചേർന്നാണ് ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ഭക്ഷണം ഒരുക്കുന്നത്.